ഇല്ല, എനിക്കെപ്പോഴും വിശ്വസിക്കാൻ കഴിയണില്ല. ഞാനൊരാളെ കൊല്ലേ, എന്റെ കൈ കൊണ്ട് ഒരാൾ മരിക്കേ. ഇല്ല മഹീട്ട, ഞാൻ കൊന്നിട്ടില്ല. അറിഞ്ഞോട്ട് ഞാൻ കൊന്നിട്ടില്ല. അവൻ മരിക്കേണ്ടവനാണ്. അവന്റെ ശല്യം അങ്ങനെ തീരാൻ ഈശ്വരനൊരു വഴി ഉണ്ടാക്കിയതെന്നൊക്കെ പറഞ്ഞ് രാജു ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നാലും കൊലപാതകമല്ല ഉണ്ടാവൂ. ഒരു തെളിവുമില്ല, ആരും കണ്ടവരുമില്ല. ഒക്കെ ശരിയാ, എങ്കിലും സത്യം എന്തെങ്കിലും പുറത്തു വരാതിരിക്കോ? ഒന്നും വേണി അറിയരുതെന്നേ എനിക്കൊരു പ്രാർത്ഥനയുള്ളൂ. ഒരു ഉറുമ്പിനെ പോലും നോച്ചിട്ടില്ലാത്ത ഒരു പാവം ബ്രാഹ്മണൻ വളർത്തിയ കുട്ടിയത്. അതിനൊന്നും താങ്ങാൻ കഴിയില്ല. അതുകൊണ്ടാ ഒന്ന് വന്ന് കാണാൻ പോലും ധൈര്യപ്പെടാണ്ട് ഞാനിവിടെ ഇങ്ങനെ കൂടിയിരിക്കുന്നത്. ഒരു കാര്യത്തില് എനിക്ക് ആശ്വാസമുണ്ട്. അവളിപ്പോ നിങ്ങളുടെ കൂടെയാണല്ലോ. ഇനി എനിക്കെന്ത് സംഭവിച്ചാലും അവൾ അനാഥയാവില്ലല്ലോ. പക്ഷെ മകേട്ട, വേണു ഒന്നും അറിയരുത്, ഒരിക്കലും. എന്നെ കണ്ടില്ലെന്ന് പറഞ്ഞേക്ക്. അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിയായി ഞാൻ അങ്ങോട്ടേലും പോയിന്ന് പറഞ്ഞേക്ക്. അത് പറഞ്ഞാൽ അവള് വിശ്വസിക്കോ? താൻ അവൾ ഒരുപാട് സ്നേഹിക്കണില്ലേ? അത്ര തന്നെ അവള് തന്നെ സ്നേഹിക്കണില്ലേ? അപ്പോ ഞാനൊരു നുണ പറഞ്ഞ അവള് വിശ്വസിക്കോ? എത്ര നാള് കാണാതെ പിടിച്ചു നിൽക്കാൻ പറ്റും എനിക്ക്? അതുപോലെ തന്നെയല്ലേ അവൾക്കും. വേണ്ട കിച്ചാമണി, താൻ എന്റെ കൂടെ വരണം. താൻ അവളെ കാണണം. അവള് തന്നെയും കാത്തിരിക്കുക. എന്നാലും മകേട്ട, താൻ ആരെയും കൊന്നിട്ടില്ല. താൻ കൊല്ലുന്നത് ആരും കണ്ടിട്ടില്ല. തഞ്ചാവൂര് താൻ പോയിട്ടേ ഇല്ല. എന്തെങ്കിലും സൂചന ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഇതിനു മുമ്പ് പോലീസ് ഇവിടെ തേടിയെത്തിയനെ. നമുക്ക് നല്ലത് മാത്രം ആഗ്രഹിക്കാം. മറിച്ചാണ് സംഭവിക്കുന്നെങ്കിൽ തന്നെ അപ്പോ താൻ ഒറ്റയ്ക്കല്ലാന്നെങ്കിലും ആശ്വസിക്കുക. അതുവരെ കിട്ടുന്ന നല്ല ദിവസങ്ങൾ അതെങ്കിലും അവൾക്ക് കൊടുത്തൂടെ? അവള് മാത്രമല്ല, അവള് പറഞ്ഞു കേട്ട അവളുടെ കിച്ചനെ കാണാൻ എന്റെ മുത്തശ്ശനും മുത്തശ്ശിയും താൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആ വീടുമൊക്കെ തനിക്ക് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുക. അവളിപ്പോ ഒരുപാട് സന്തോഷത്തില. ഈ വീടും എത്ര വേഗാന്നറിയോ അവൾ ഈ വീടിന്റെ ഓമനയെ മാറിയത്. അവൾ എന്ന് തൊട്ടോ ഇവിടെ ഉണ്ടായിരുന്നു എന്നേ ഞങ്ങൾക്കൊക്കെ തോന്നിയിട്ടുള്ളൂ. വാ, തന്നെ കാണുമ്പോ അവൾ ഒരുപാട് വാടോ ചാവണി. സന്തോഷായില്ലേ കിച്ചാമ്മയുടെ വേണിമണിക്ക്? മഹി പോയപ്പോ തൊട്ട് തുടങ്ങിയതാ കൃഷ്ണപുരാണം. വേണിക്ക് വൈകുണ്ഠത്തിൽ സീറ്റ് ഷുവറാ. അത്രയ്ക്ക് ഉരുട്ടിരിക്കണു കൃഷ്ണനാമം. ഓഹോ, അങ്ങനെയാണല്ലേ? ഓഹോ, എങ്ങനെയാണല്ലേ? വേണി ചേച്ചിന്റെ ദിൽ തോ പാഗൽ ഹേ. വേണി ചേച്ചി എൽകെ കൊള്ളാട്ടോ. എൽക്കെയോ? അതെന്താടാ? ലവർ കൃഷ്ണൻ. വേണിയെ പോലെ കിച്ചനും ഇനി ഈ വീട് സ്വന്തം പോലെ കരുതാം. ഞങ്ങൾക്കത് സന്തോഷാണ്. വിഷ്ണുവിന്റെ അമ്പലത്തിൽ നേരിച്ച പാൽപ്പായസ ഇത് വേണിയുടെ ആൾക്കുള്ളതാ. ബാക്കി എല്ലാരും കാപ്പി എടുത്തോളൂ. മധുരം കൊടുത്തു സ്വീകരിച്ചു നായി. വേണിയുടെ ആളോട് അവൾക്ക് എന്താ ഒരു സ്നേഹം. കഴിക്കിച്ച വയറ് നിറച്ച് കഴിക്കേ. ഏയ്, ഇവൻ വരാനുള്ളൊരു നേർച്ചയായിരുന്നു ഈ പാൽപ്പായസം. പോടുന്നു. അപ്പോഴേ കൃഷ്ണ, ജോലി എങ്ങനെ?
ശമ്പളമൊക്കെ ആവശ്യത്തിനുണ്ടോ? കഴിഞ്ഞുകൂടാനുള്ളൊക്കെ കിട്ടും. പേരിനൊരു ജോലി അത്രേ ഉള്ളൂ മുത്തശ്ശ. ഞാൻ പറഞ്ഞ കിച്ചനോട് നമുക്ക് ഇവിടെ അടുത്തെങ്ങാനും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ട്രൈ ചെയ്യാന്ന്. കല്യാണം കഴിഞ്ഞാൽ രണ്ടുപേർക്കും കഴിഞ്ഞുകൂടാനുള്ള വകയെ കിട്ടണ്ടേ? അതിനിപ്പോ ജോലി ഇല്ലെങ്കിലും വിരോധമില്ല. എന്നെ കൃഷിയിൽ സഹായിച്ച് ഇവിടെ അങ്ങോട്ട് കൂടാം. അല്ല, ഞാനത് ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പൊ നമുക്ക് ഭാഗ്യമുണ്ട്, ഇല്ലേ കിച്ച? അതെ, ഭാഗ്യമുണ്ട്. ഈ വീട്ടുകാർ തഞ്ചാവൂരിൽ വന്നിട്ടില്ലായിരുന്നെങ്കിൽ, എന്നെ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ, അപ്പൂപ്പൻ മരിച്ചപ്പോ ഞാൻ എന്ത് ചെയ്തേനെ? കിച്ചൻ കണ്ടില്ലേ എത്ര സ്നേഹം അവർക്കൊക്കെ നമ്മളോട്. അതും ഭാഗ്യം അല്ലേ? ഓ, ആ ദുഷ്ടൻ സുബ്രഹ്മണ്യം. ഞാൻ അയച്ച എഴുത്ത് കിച്ചന് കിട്ടിയില്ലല്ലോ. അതിലെഴുതിയിട്ടുണ്ടായിരുന്നു അവിടെ തഞ്ചാവൂരിൽ അവൻ വന്നതും കുഴപ്പമുണ്ടാക്കാൻ നോക്കിയതും. പാവ അപ്പൂപ്പൻ. മഹേട്ടനുണ്ടായതുകൊണ്ട് ഓടിച്ചു അവനെ. ഇവിടെ വന്നിട്ടും ദുസ്വപ്നത്തിൽ ചിലപ്പോ വരും. ഒരു ദിവസം ശരിക്കും ഇവിടെ കയറി വരുമെന്ന് എനിക്ക് പേടിയുണ്ട് ഇപ്പോഴും. ഇല്ല, ഇനിയും വരില്ല. കണ്ടിരുന്നു അടുത്തെങ്ങാനും? കിച്ചൻ പോയോ ശിവപുരത്ത് പിന്നീട്? ഇല്ല. പോവണ്ട, നമുക്കിനി വേണ്ട ആ നാട്. നിനക്കിവിടെ സ്ഥിരമായിട്ട് നിന്നൂടെ? ഇനി നിക്കാം, ആർക്കും അലോഹ്യം ഉണ്ടാവില്ല. കിച്ചനെയും വിടുമെന്ന് തോന്നണില്ല ഇവിടെ ആരും. എനിക്ക് പോണം, പോവാതിരിക്കാൻ പറ്റില്ല. എത്ര കാലത്തിന് ശേഷം ഒന്ന് കാണുന്നത്. ഇനി പോയാൽ തന്നെ ഒരുപാട് ദിവസം ഒന്നും കാണാതിരിക്കാൻ എനിക്ക് കഴിയില്ല. അങ്ങനെ വേണ്ടി വന്നാൽ ഒരുപാട് കാലത്തേക്ക് എന്നെ കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എനിക്കൊരു നീണ്ട യാത്ര പോകാനുണ്ടെന്ന് നോക്കിയാ കാത്തിരിക്കാൻ പറ്റുമോ നിനക്ക്? ഇല്ല. എനിക്കൊരു ട്രാൻസ്ഫർ കിട്ടിയെന്ന് നോക്കിയേ, ഒത്തിരി ദൂരത്തേക്ക്. അപ്പോ ആ ജോലി വേണ്ടാന്ന് വെച്ചാ മതി. വേണേയും കുറെ കാലം എന്നെ കാണുന്നില്ലെന്ന് കരുതുക. അപ്പോ പതിയെ എന്നെ മറന്ന്. ദാ വെറുതെ ആവശ്യമില്ലാത്തൊന്നും പറയണ്ട കേട്ടോ. ഓ, എനിക്ക് വല്ല മാറ്റം വന്നിട്ടുണ്ടോന്ന് പരീക്ഷിക്കാ. വേണേയും അതല്ല, കേൾക്കുമ്പോ നിനക്ക് ഞാൻ മതി. മുത്തശ്ശി അനുവദിച്ച സമയം കഴിഞ്ഞു. ഇനി നമുക്ക് യോഗം പിരിച്ചുവിടാം. വേണി അപ്പുറത്ത് തിരക്കുണ്ട്. കല്യാണം കഴിയുന്നവരെ രണ്ടിനെയും സൂക്ഷിച്ചോളാനേ മുത്തശ്ശി എന്നെ ഏൽപ്പിച്ചിരിക്കണത്. ഓ, എന്താ തന്റെ മുഖപെരുമാരി? താനും അവളും കൂടി സംസാരിച്ചിരിക്കുന്നു പറഞ്ഞപ്പോ ടെൻഷനായി എനിക്ക്. താൻ വല്ല അബദ്ധവും വിളിച്ചു പറയുമെന്നുള്ള പേടി. പറയായിരുന്നു, മഹേട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ. എന്താ കിച്ചാമണി, എല്ലാവരുടെ ഉള്ളിലും ഇപ്പൊ സന്തോഷം മാത്രമേ ഉള്ളൂ. അത് തല്ലിക്കെടുത്തണോ തനിക്ക്? വാ, ഒന്ന് ചിരിച്ചൂടെ കിച്ചാമണി തനിക്ക്? മറന്നുപോയി മഹേട്ട. തനിക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയെങ്കിലും ഒന്ന് ചിരിക്കേ. മറ്റുള്ളവരുടെ ചിരിയിലൊക്കെ ഒന്ന് പങ്കുചേര്. ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ കരുതുക. അതിനല്ലേ നമ്മൾ ശ്രമിക്കണത്. ഭഗവതി കാക്കാണ്ടിരിക്കുമോ നമ്മളെ? ഒന്ന് പറയടാ, തഞ്ചാവൂര് പോരുന്നോ നീ? നിന്റെ കാര്യം കഷ്ടമാണ് അളിയാ. പ്രസിദ്ധമായ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ഒരു കൊലപാതകം, അതും 1000 വർഷം പഴക്കമുള്ള ആ ക്ഷേത്രത്തിന്റെ ചരിത്രത്തിൽ ആദ്യം. തമിഴ് പത്രങ്ങളിലൊക്കെ തമിഴ്നാട് പോലീസിന്റെ അനാസ്ഥയാണെന്ന് പറഞ്ഞ് ഡെയിലി വാർത്തയാണ്. അസംബ്ലിയിലാണെങ്കിൽ പ്രതിപക്ഷത്തിന്റെ വക ബഹളവും. ഒരാളെ കൊല്ലണമെങ്കിൽ ഇങ്ങനെ വേണം കൊല്ലാൻ. താൻ തഞ്ചാവൂര് പോയിരുന്നോ? അത് പറ. പോയിരുന്നു മഹിയേട്ടാ, പോയിരുന്നു എന്ന് മാത്രമല്ല, അവിടെ മുഴുവൻ അരിച്ചു പെറുക്കി നോക്കി. ആ കേസ് ഇപ്പൊ വേറൊരു വഴിക്ക് തിരിഞ്ഞിരിക്കുക. ചത്തുപോയ സുബ്രഹ്മണ്യത്തിന്റെ കഴുത്തി കിടന്ന മാലയും മോതിരവും അന്ന് തന്നെ വേറൊരുത്ത് അടിച്ചു മാറ്റി. അവൻ പോലീസിന്റെ വലയിൽ കുടുങ്ങി. അവനൊരു സ്ഥിരം പുള്ളിയാ. ഒരു ജീവപര്യന്തം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് അധികം നാളായിട്ടില്ല. സംഗതി ഇത്രയും കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസായതിനാൽ കുറ്റം എങ്ങനെയെങ്കിലും അവന്റെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാ പോലീസ്. കണ്ടോ, തമിഴ് പത്രത്തിലൊക്കെ അവൻ എങ്ങനെയാ കൊന്നതെന്ന് വരെ എഴുതിയിട്ടുണ്ട്. ഇനി പോലീസ് ഒന്ന് ശരിക്ക് പെരുമാറിക്കഴിഞ്ഞാൽ അവൻ കുറ്റം സമ്മതിക്കും. ദാ, നീ രക്ഷപ്പെട്ടടാ. എന്നാലും നിരപരാധിയായിട്ടുള്ള ഒരാള് മഹിയേട്ട. ഇനി ഇപ്പൊ അതിന്റെ പേരിൽ തുടങ്ങിക്കോ. എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് തലയൂരിന്ന് സമാധാനിക്കാന്നല്ലാണ്ട്. സാരമില്ല, എത്രയായാലും അവൻ കള്ളനും ക്രിമിനലും ആണല്ലോ. നമുക്ക് നമ്മുടെ കാര്യം മാത്രം നോക്കാം. അറിയാതെ ചെയ്തു പോയൊരു തെറ്റ് ദൈവത്തിന്റെ കോടതിയിൽ പൊറുക്കും കിച്ച. ഇന്നെങ്കിലും താൻ സന്തോഷത്തോടെ ഉറങ്ങുക. ഇരിക്കുക.
അമ്മാമ്മ എന്താ പെട്ടെന്ന് പണിക്കരെയും കൂട്ടി വരാൻ പറഞ്ഞേ? 2-3 ദിവസമായി വിചാരിക്കണു. ഇനിയിപ്പോ എന്തിനാ നീട്ടിക്കൊണ്ട് പോണേ? വേണ്ട വേണ്ടാന്ന് തന്നെയാ എന്റെ അഭിപ്രായം. ചിങ്ങം വരെ കാക്കണ്ട. കർക്കടകത്തിന് മുമ്പ് നല്ലൊരു മുഹൂർത്തം കുറിക്കുക. 2 തവണ കുറിച്ചതാണല്ലോ, രണ്ടും തെറ്റി. തന്റെ കരിനാക്കൊണ്ടൊന്നും പറയാണ്ടിരിക്കുക. ഇതിപ്പോ ഒന്നല്ല, 2 വിവാഹങ്ങളാ ഒരുമിച്ച്. 2 ഒരു ദിവസം ഒരു പന്തലിൽ വെച്ച്. ഏതാണാവോ രണ്ടാമത്തെ വിവാഹം? എനിക്കൊരു വിവാഹവും കൂടി ആയാൽ കൊള്ളാന്നുണ്ട്. എന്താ തനിക്ക് മുഷിയോ? കേശുമാമ ഭാമയുടെ അച്ഛനാ. ഓ, വിവരങ്ങളൊക്കെ ഭാവം പറഞ്ഞിട്ടുണ്ട്. തമ്മി കാണുന്ന ആദ്യമാണെന്നേ ഉള്ളൂ. ഇയാളാണ് 2ാമത്തെ കക്ഷി. കുട്ടിയും ഇവിടെ തന്നെ ഉണ്ട്. മനസ്സിലായി, തഞ്ചാവൂരിൽ നിന്ന് വന്ന കുട്ടി. അത് തന്നെ. മഹിയുടെ അഭിപ്രായം എന്താ? ഇനിയിപ്പോ നമുക്കിത് വഹിക്കണം. അത് വിരോധമില്ല. എങ്കിൽ പണിക്കര അകത്തോട്ടിരിക്കുക. ഓ മഹേട്ട, കല്യാണം എന്നൊക്കെ പറയുമ്പോ മഹേട്ടന്റെ മമ്മേച്ചിന് നടക്കട്ടെ. അതെ, എന്നിട്ട് തനിക്കെന്താ ഇപ്പൊ വേണ്ടാത്തെന്ന് മുത്തശ്ശൻ ചോദിക്കും, വേണിയും ചോദിക്കും. അപ്പോ ഒക്കെ അങ്ങോട്ട് പറയുക, എന്നിട്ട് ആ പെൺകുട്ടിയെ വേദനിപ്പിക്കുക, അല്ലേ? എനിക്കൊന്നും അറിയില്ല മഹേട്ട. കല്യാണം കഴിഞ്ഞിട്ട് പോണ്ടി വന്നാ കൂടുതൽ വേദനിപ്പിക്കേണ്ടി വരില്ല അവളെ. എങ്ങിട്ട് പോവാൻ? രാജു പറഞ്ഞു താൻ കേട്ടതല്ലേ. ഇനിയിപ്പൊ തന്റെ മുഖത്തുനിന്ന് മറ്റുള്ളവർ വായിച്ചെടുക്കേണ്ട ഒന്നും. രണ്ടുപേരുടെ നാളേതാ? നാള് വിഷ്ണുവിന്റെയും ലക്ഷ്മിയുടെയും നാള്, രാമന്റെയും സീതയുടെയും നാള്, പരമശിവന്റെയും പാർവതിയുടെയും നാള്. അങ്ങോട്ട് രാശി വയ്ക്കുക പണിക്കരെ. ഞാൻ റാവുത്തർ, തമിഴ്നാട് ക്രൈംബ്രാഞ്ച്. സാറ് വരുന്ന വിവരത്തിന് മെസ്സേജ് ഇന്ന് കാലത്ത് കിട്ടി. അകത്തോട്ടിരിക്കാൻ സാർ. ഈ ഏരിയയിലൊക്കെ പണ്ട് ഞാൻ വന്നിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ വീട് പാലക്കാട് തത്തമംഗലത്താ. പാപ്പ തിരുനെൽവേലി. പുള്ളിക്കാരൻ മദ്രാസ് പോലീസിലായിരുന്നു. പഠിത്തം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞു. ഓ, എന്തൊരു ചൂട്! സമ്മർ അങ്ങോട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. മാധവ, സർ, സാറിന് കുടിക്കാൻ തണുത്തെന്തെങ്കിലും? മോര് കിട്ടുമോ? നല്ല സംഭാരം. ഇളനീര് നാളെ പോയിട്ടുണ്ട് സർ. ഇളനീര് ബെസ്റ്റ്, പക്ഷെ മോര് കിട്ടിയാൽ തലയുടെ പെരുപ്പൊന്ന് മാറും. ഇന്നലെ ഒരു ഇത്തിരി കൂടി. എങ്കിൽ മോര് കൊണ്ടുവരാൻ സർ. സാറ് വരുന്നു, വേണ്ട ഹെൽപ്പ് ചെയ്യണം. SP ഓഫീസിൽ നിന്ന് അത്രയും മെസ്സേജ് ഉണ്ടായിരുന്നുള്ളൂ. എന്താണ് കാര്യമെന്ന്? എനിക്ക് ഈ ലോക്കൽ ഒരു അഡ്രസ് തപ്പണം. അതിനു മുമ്പ് താമസിക്കാൻ ഒരു സ്ഥലം റെഡിയാക്കണം. വല്ല ഗസ്റ്റ് ഹൗസും മതി. PWD റെസ്റ്റ് ഹൗസ് ഉണ്ട്, പിന്നെ ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസും. ഓ, ഏതായാലും മതി. ഈ അഡ്രസ്? അത് ഒരു മഹേന്ദ്രൻ, ശ്രീമംഗലം വീട്, മനിശ്ശേരി. മഹേന്ദ്രൻ എനിക്കറിയാം സാർ കക്ഷി. അപ്പൊ കാര്യം ഈസി ആയല്ലോ. എന്താ പ്രശ്നമൊന്നും പറഞ്ഞില്ല? ഒരു മർഡർ കേസ്. ഓ, തഞ്ചാവൂരിലെ ടെമ്പിൾ പ്രമിസസിൽ നടന്ന ഒരു കൊല. കൊല്ലപ്പെട്ടത് ഒരു മലയാളി. മഹേന്ദ്രൻ അതുമായിട്ടുള്ള ബന്ധം? അതറിയാനാണല്ലോ ഞാൻ വന്നത്. നമുക്കിറങ്ങാം. ആദ്യം ഗസ്റ്റ് ഹൗസ്, പിന്നെ ശ്രീമംഗലം.